ശബരി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ താങ്കളുടെ പാർട്ടി അടക്കം സജീവമായ ചർച്ചകളിലോട്ട് കടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ താങ്കളുടെ പേരാണ് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ തന്നെ ആവാനാണോ സാധ്യത? തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളുണ്ട്. അതിൽ ഒരു സീറ്റിലാണ് ഇപ്പോൾ UDF MLA ഉള്ളത്. ബാക്കി എല്ലാ സീറ്റിലേക്കും പല പേരുകളും ചർച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്, മുന്നണി തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോൾ താങ്കളുടെ പിതാവടക്കം പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് ഈ അരുവിക്കര മണ്ഡലം. അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം താങ്കളും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് ചുവടുവയ്ക്കുന്നത് അരുവിക്കര മണ്ഡലത്തിൽ നിന്നാണ്. 2015-ലും 2016-ലും പിന്നെ താങ്കൾക്ക് വലിയ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നും അരുവിക്കര മണ്ഡലമായിട്ട് ചേർന്ന് താങ്കളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നില്ല. പാർട്ടി ഒരുപക്ഷെ അരുവിക്കര മത്സരിക്കാൻ താങ്കളോട് പറഞ്ഞാൽ പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം? ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ആരുടെ പേരുണ്ട്, ആരുടെ പേരില്ല എന്നൊക്കെയുള്ളത് ഓരോ ചാനലുകൾ വിടുന്ന കാര്യമാണ്. കൃത്യമായിട്ട് അരുവിക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ ഇലക്ഷൻ ഒരു ചെറിയ പാകപ്പിഴ ഉണ്ടായതിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ 13 സീറ്റും UDF തോറ്റപ്പോൾ അതിൽ ഏറ്റവും ചെറിയ മാർജിനിൽ തോറ്റ ഒരാളാണ് ഞാൻ. അരുവിക്കര നിയോജകമണ്ഡലത്തിൽ UDF വളരെ സ്ട്രോങ് ആണ്. 4 പഞ്ചായത്തുകൾ വിജയിച്ചു. കഴിഞ്ഞ 2-3 ടേമായിട്ട് വിജയിക്കാത്ത ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ വിജയിച്ചു. അവിടെ ശക്തമായിട്ടുള്ള ഒരു UDFൻ്റെ സ്ഥാനാർത്ഥി വരും. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ വന്ന് എന്നോട് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു. ഞാൻ മത്സരിച്ചു, വിജയിച്ചു. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്. ഇനിയും പാർട്ടി മത്സരിക്കാൻ പറയുന്നിടത്ത് മത്സരിക്കാൻ പറയുകയാണെങ്കിൽ മത്സരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ മത്സരിക്കില്ല. വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ. അതിലൊരു പ്രശ്നം കൂടിയില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ നഗരസഭയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ പാർലമെൻ്ററി ലീഡറാണ് താങ്കൾ. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താങ്കളോട് പാർട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വലിയ ഉത്തരവാദിത്തത്തിൽ നിന്ന് താങ്കൾ പെട്ടെന്ന് ഒളിച്ചോടിയെന്നൊരു ചോദ്യം ഒരു പ്രതിപക്ഷ അവരെ ഭരിക്കുന്നവർക്ക് എന്താണെന്നൊക്കെ ഉള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് പല പ്രധാനപ്പെട്ട പാർട്ടിയുടെ പല ആളുകളുടെ പേര് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP ഇന്ന് പ്രധാനപ്പെട്ട മേയർ ഫേസ് അയാളുടെ പേര് കേൾക്കുന്നു, LDFലെ മേയർ ഫേസ് അയാളുടെ പേര് കേൾക്കുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളല്ലേ?